സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ, നമ്മള് ഈ അടുത്ത് കേൾക്കുന്ന ഒരു വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ ഇറാനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ബ്രിക്സ് സമ്മേളനത്തിലേക്ക് വരാൻ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ബ്രിക്സ് അവിടെ നിന്നോട്ടെ, എന്നാലും ഇറാൻ എന്ന രാജ്യത്തെ നമ്മുടെ പരമോന്നത രാഷ്ട്രം നമ്മുടെ രാഷ്ട്രത്തിലേക്ക് വരാൻ ക്ഷണിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ സന്ദർഭത്തിൽ ഇന്ത്യ ഇറാനെ ക്ഷണിക്കുന്നത് മറ്റ് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രയേൽ, അമേരിക്ക, മറ്റ് രാഷ്ട്രങ്ങളൊക്കെ നോക്കിക്കാണുകയാണ്. എന്താണ് സാർ ഈ സ്റ്റാൻഡ്, ഇന്ത്യയുടെ ഈ സ്റ്റാൻഡ് എന്താണ്, ഒന്ന് പറയാം. ഇന്ത്യയുടെ ഈ സ്റ്റാൻഡ് ഇന്ത്യ ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്ന പുതിയ നയത്തിന്റെ ഒരു ഭാഗം മാത്രമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതിനകത്ത് നമുക്ക് വലിയ അതിശയം തോന്നില്ല. കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ വിദേശ നയം എന്ന് പറയുന്നത് മൾട്ടി അലൈൻമെന്റ് പോളിസിയാണ്. അതായത് നമ്മളുടെ ഒരു സ്ട്രോങ്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ ധാരണയോടുകൂടി, വ്യക്തമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, രാജ്യത്തിന്റെ പൊതുവായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് എല്ലാ രാജ്യങ്ങളോടും നമ്മൾ ചർച്ച ചെയ്യുന്നു, ഇടപെടുന്നു, അല്ലെങ്കിൽ വ്യാപാരത്തിന്റെ ആണെങ്കിലും അല്ലാതെ മറ്റുള്ള ബന്ധത്തിന്റെ ആണെങ്കിലും എല്ലാം ബന്ധം പുലർത്തുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെ എടുത്ത് നോക്കുക, നമുക്ക് ഇറാനുമായിട്ട് വളരെ ശക്തമായ ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ഇറാൻ ഈ കഴിഞ്ഞ ഇപ്പോഴും തന്നെ യുദ്ധം അവസാനിച്ചിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, യുദ്ധത്തിൽ ഏർപ്പെടുന്ന ബഹ്റൈൻ ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ശക്തമായ ബന്ധവും മാത്രമല്ല വളരെ തന്ത്രപ്രധാനമായ ബന്ധമാണ്. നമ്മുടെ ഒരുപാട് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഉള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവരും ആ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധം. ഈ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് പ്രധാനമന്ത്രി UAE പോയി അവിടെ കരാറുണ്ടാക്കുന്നു, സൗദിയിൽ പോയി കരാറുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ യുദ്ധം ഇപ്പൊ ഇറാന്റെ ഭാഗത്തു നിന്ന് അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് ചെയ്യുന്ന സാധനം. അതേസമയം ഇറാനുമായിട്ട് നല്ല ബന്ധം പുലർത്തും. അപ്പൊ നമ്മുടെ മൾട്ടി അലൈൻമെന്റ് വിദേശ നയം എന്ന് പറയുന്നത് ഏതെല്ലാം ഈ ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ചൈനയാണ്. ചൈനയായിട്ട് നമ്മുടെ അതിർത്തി പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. ആ പരിഹരിക്കപ്പെടാത്ത പ്രശ്നത്തിനെ ഒരു പ്രത്യേക ഒരു ഭാഗത്തേക്ക് മാറ്റി അതിൽ ചർച്ച തുടരുകയും അതോടൊപ്പം തന്നെ സഹകരിക്കാവുന്ന മേഖലകളിലെല്ലാം പൂർണ്ണമായിട്ടും നന്നായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളൊരു പോളിസിയാണ്. ഇപ്പൊ ഇവിടെയും അത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഈ അയ്യപ്പദാസിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇതിനെ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ കാണും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇസ്രയേലുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. അത് അമേരിക്കയും മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ ഉള്ള നല്ല ബന്ധത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇറാന്റെ പെഷസ്ക്യാനെ ബ്രിക്സ് മീറ്റിംഗിലേക്ക് വിളിക്കുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അമേരിക്കയായിരിക്കും. കാരണം ബ്രിക്സ് തന്നെ ഡോളറൈസേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡോളറിനെ തകർക്കാൻ വേണ്ടിയാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയെന്നും ശ്രമമെന്നും ഉറച്ചു വിശ്വസിക്കുകയും അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അനുഭവം നിങ്ങൾ ഓരോരുത്തരും ബ്രിക്സ് രാജ്യങ്ങളിലെ അംഗരാജ്യങ്ങൾ അനുഭവിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ട്രംപ്. ഇപ്പോഴല്ല, പണ്ട്. അത്ര ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോ ഈ യുദ്ധം കഴിഞ്ഞു നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴും പശ്ചിമേഷ്യ സംഘർഷഭരിതം തന്നെയാണ്. തീർച്ചയായിട്ടും നെഗോഷിയേഷൻ ഇപ്പൊ ഖത്തറിലൊക്കെ അതിന്റെ സംഭാഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇങ്ങനൊരു സാഹചര്യത്തില് പെഷസ്ക്യാനായിട്ട് ഇപ്പം പ്രധാനമന്ത്രി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കടലിലേക്കിലൂടെ കടത്തിവിടുന്ന കപ്പലുകളുടെ സുഗമമായ സഞ്ചാരത്തിനെ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. മാത്രവുമല്ല, ഇന്നലെ വന്ന ഒരു വാർത്തയുണ്ട്, നമുക്ക് ഇന്നാണെന്ന് തോന്നുന്നു വന്നിരിക്കുന്നത്. അതായത് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില 186 രൂപ 30 ദിവസം കുറച്ചുകൊണ്ടുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് ഈ ഇറാൻ കടലിടുക്ക് വഴിയുള്ള ഈ നമ്മുടെ കപ്പലുകൾ ഈ പ്രകൃതിവാതകവും മറ്റെണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പലുകളുടെ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ കൊമേഴ്സ്യൽ അല്ലെങ്കിൽ ഈ വാണിജ്യപരമായ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന്റെ വിലയിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു സൂചന എന്ന് വെച്ചാൽ അപ്പൊ അത് ഇറാനുമായിട്ട് നമ്മളുടെ ബന്ധമാണ് സൂചിപ്പിക്കുന്നത്.
പിന്നെ ഈ മാറിയ ഈ ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് ഇദ്ദേഹത്തിന് ക്ഷണിച്ചതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോളറിനെ ഡോളറിന്റെ പ്രാമുഖ്യം തകർന്നു തുടങ്ങിയിട്ടുണ്ട്, തകർന്നു തുടങ്ങിയതിന്റെ ഒരു ആരംഭ ദശയാണ് അത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, അമേരിക്കയ്ക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിപ്പോഴൊന്നും പെട്ടെന്ന് അമേരിക്കയുടെ ഒരു സമ്പദ് വ്യവസ്ഥയെ പെട്ടെന്ന് അത് ബാധിക്കത്തില്ല, ചിലപ്പോൾ വർഷങ്ങളെടുത്ത് നിൽക്കും. പക്ഷെ എങ്കിലും അതിന്റെ ആരംഭം തുടങ്ങിയിരുന്നു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് ഇറാനും ചൈനയും തമ്മിൽ വ്യാപാരം നടത്തുന്നത് അവരുടേതായിട്ടുള്ള ലോക്കൽ കറൻസികളിലാണ് ചൈനയും ഇറാനും തമ്മിൽ നടത്തുന്നത്. അതേപോലെ തന്നെ ഇറാനും റഷ്യയും തമ്മിൽ നടത്തുന്നതും ലോക്കൽ കറൻസിയിലാണ്. ചൈനയും റഷ്യയും തമ്മിൽ നടക്കുന്നത് ലോക്കൽ കറൻസിയിലാണ്. അപ്പൊ ഇന്ത്യയും UAE തമ്മിൽ ഇപ്പോൾ ഈ വ്യാപാര കരാർ ഒപ്പിട്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രിയോട് UAE ഒപ്പിട്ട കരാർ അനുസരിച്ചിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അവരുടേതായ കറൻസിയിലാണ് ഇനി ഇടപാടുകൾ നടത്താൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ എംബ്രിഡ്ജ് എന്ന് പറഞ്ഞ, നമ്മൾ കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ സംസാരിച്ചിരുന്നു. എംബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഈ സ്വിഫ്റ്റിന് പകരമായിട്ട്, ഇപ്പൊ ഈ സ്വിഫ്റ്റിൽ അവിടെയാണ്, ഈ സ്വിഫ്റ്റിലൂടെയാണെങ്കിൽ ഡോളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എല്ലാ അന്താരാഷ്ട്ര ഇടപാടുകളിലെയും രാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഡോളറാണ്. അത് മാറിയിട്ട് ഇപ്പൊ ഈ എംബ്രിഡ്ജ് ഔപചാരികമായിട്ട് ലോഞ്ച് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ്. ആ എംബ്രിഡ്ജിന്റെ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈനയുണ്ട്, സൗദി അറേബ്യയുണ്ട്, റഷ്യ അതിനകത്ത് ചേർന്നേക്കും. അപ്പൊ അതേപോലെ ഇത് ബാങ്കോക്ക് ബേസ്ഡ് ആയിട്ടുള്ള ബാങ്ക് വഴിയാണ് സംഗതി. തായ്വാൻ ഇതിനകത്ത് അംഗമാണ്. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഇന്ത്യയും അതേപോലെ ഇനിയിപ്പം ഇറാനും ഒക്കെ വരുന്ന സമയത്ത് ഈ എംബ്രിഡ്ജ് വളരെ ബ്രിക്സിന്റെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോഴേക്കും ഡോളറിന്റെ ഈ എന്താ പറയുക അപ്രമാദിത്വം എന്ന് മാത്രമല്ല, ഡോളറിന്റെ പ്രസക്തി തന്നെ ഈ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ ഗണ്യമായി കുറയും എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഡോളറൈസേഷന്റെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു വലിയ ചുവടുവെപ്പായിരിക്കും. കാര്യം ഈ സ്വിഫ്റ്റിന് പകരം മറ്റൊരു പ്ലാറ്റ്ഫോം വരികയാണ്, എംബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോഴും അത് നിലവിലുണ്ട്, പക്ഷെ കാര്യമായിട്ട് അത് വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ 60 ദിവസത്തെ കരാറുകൾ, ഈ 60 ദിവസത്തിനുള്ളിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആ ഡീൽ, ആ സന്ധി ഒപ്പിട്ട് കഴിഞ്ഞ് പശ്ചിമേഷ്യ ശാന്തമായി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത നിമിഷം ഈ എംബ്രിഡ്ജ് ഔപചാരികമായിട്ട് നിലവിൽ വരും. അവിടെയാണ് ഈ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളും അതോടൊപ്പം തന്നെ വ്യാപാരം ഡോളറിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ നടക്കാൻ പോകുന്നു. ആ പശ്ചാത്തലത്തിലൂടെയാണ് ഇപ്പോ ഈ ഇറാൻ പ്രസിഡന്റ് പെഷസ്ക്യാനെ ഈ ബ്രിക്സിലേക്ക് വിളിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപനത്തിൽ ഒരു മാറ്റം സൂചിപ്പിക്കുന്നു. ഇത് ലോകരാഷ്ട്രങ്ങൾക്ക് ഈ വാസ്തവം പറഞ്ഞാൽ ഇന്ത്യയെ ഇപ്പം ശരിക്കും പറഞ്ഞാല് ഇന്ത്യയുടെ ഒരു നിലപാടുള്ള ഒരു ലോകരാഷ്ട്രങ്ങളും ഇന്നിപ്പോ ആഗോളതലത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ചൈനയ്ക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല, റഷ്യക്ക് ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ അമേരിക്കയ്ക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരേ സമയം അമേരിക്കയായിട്ട് ഇടപാട് നടത്തുന്നുണ്ട്, റഷ്യയായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്, ചൈനയുമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്, ഇറാനുമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ ഇടപാടുകളിൽ ഏർപ്പെടുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള രാജ്യങ്ങളിൽ, തന്ത്രപ്രധാനമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഇടപാട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ ഈ ഒരു നിലപാടെടുത്തിരിക്കുന്ന ഏക രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് വൻ വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോ അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കും, അല്ലെ ട്രംപ് എന്ത് പറയും എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പെഷസ്ക്യാനെ വിളിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പെഷസ്ക്യാൻ അതിനു മുമ്പ് ഖമേനിയുടെ ശവസംസ്കാരത്തിന് മോദിക്കും ക്ഷണം നൽകിയുണ്ടായി, അല്ലേ? അപ്പൊ ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം, ആ സൗഹൃദ ബന്ധത്തെ വളരെ സുവ്യക്തമാക്കി പ്രകടമാക്കുന്നതാണ്. തീർച്ചയായിട്ടും. അതേ സമയത്ത് അപ്പൊ ഇവിടെയാണ് അതേസമയത്ത് നമ്മൾ ചർച്ച ചെയ്തു, നമ്മുടെ വ്യാപാര കരാർ വളരെ സജീവമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. കാരണം ചൈനയാണ് അമേരിക്കയുടെ ഭീഷണി. ആ ചൈന ഭീഷണിയായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം അമേരിക്കയ്ക്ക് ഇന്ത്യയെ കൈവിടാനും നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഫ്രാൻസിൽ നടന്ന G7 മീറ്റിംഗിൽ മോദി പറയുകയുണ്ടായി, ഇന്ത്യയെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ
ഞങ്ങളും പോയി ഇന്ത്യയെ ആക്രമിക്കുന്നവരെ ആക്രമിക്കും, ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെയുള്ള സുന്ദര വാചകങ്ങൾ പറയാൻ കാരണം ഈ ഒരു പശ്ചാത്തലമാണ്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു മാറുന്ന ജിയോ പൊളിറ്റിക്സിലെ ഇന്ത്യയുടെ ഒരു വളരെ സാർ ഇതിൽ ഒന്നുകൂടെ നമുക്ക് സാറിന് പറയാം. അതായത് ഇറാൻ പ്രസിഡന്റ് ഇന്നിപ്പോ പറഞ്ഞു, ഈ പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഇടപെടൽ ഞങ്ങൾക്ക് അത് വളരെ അഭിനന്ദനാർഹമാണ്, ഇന്ത്യയുടെ ഇടപെടൽ അങ്ങനെ ആയിരുന്നു എന്നൊരു നല്ല വാക്കുകൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാര്യം ഇന്ത്യ വളരെ എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൈറ്റ് റോപ്പ് വാക്കിംഗ് ആയിരുന്നു, അതല്ലെങ്കിൽ ഒരു റേസർ എഡ്ജ് വാക്കിംഗ്, ബ്ലേഡിനോന്റെ മുകളിലൂടെ നടക്കുന്നത് പോലെയാണ്. കാരണം ഇറാൻ ദുബായിലേക്കും ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും ഒക്കെ അയക്കുമ്പോൾ എത്ര ഇന്ത്യക്കാരാണ് മരിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. ഇറാൻ അയച്ച മിസൈൽ ആക്രമണത്തില് കുവൈറ്റിലാണെങ്കിലും അതേപോലെ തന്നെ ദുബായിലുമൊക്കെ എത്ര ഇന്ത്യക്കാർ മരിച്ചു. അപ്പോ അത്ര ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ വളരെ സുദൃഢമായ ബന്ധം നിലനിർത്തുന്നു, ഇറാനുമായിട്ട് നിലനിർത്തുന്നു, അതോടൊപ്പം തന്നെ ഇസ്രയേലുമായിട്ട് നിലനിർത്തുന്നു. ഇസ്രയേലും ഇന്ത്യയെ ഇതിനിടയ്ക്ക് പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു, കണ്ടതാണ്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി മോദി ഇസ്രയേലിൽ പോയിട്ട് മടങ്ങി എത്തിയതിന്റെ പിന്നാലെയാണ് ഫെബ്രുവരി 28-ന് അമേരിക്ക ഇറാനിലേക്ക് അടിയുടങ്ങുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു വിദേശ നയവുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അത് എല്ലാ രാജ്യങ്ങളുമായിട്ട് ബന്ധത്തിലേർപ്പെടാനും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് നയതന്ത്രപരമായിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരേ സമയം നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. അപ്പൊ അവിടെയാണ് ഇപ്പൊ റഷ്യയോടും അമേരിക്കയോടും ഇറാനോടും ഗൾഫ് രാജ്യങ്ങളോടും എല്ലാം തന്നെ, ചൈനയോടും എല്ലാം തന്നെ നമ്മൾ ഒരേ സമയം ഇടപാടുകൾ നടത്തുകയും എൻഗേജ് ചെയ്യുകയും അതേസമയം അവരുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ ആ ഒരു നിലപാടിന്റെ ഏറ്റവും വലിയൊരു ബോൾഡ് സ്റ്റാൻഡായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബോൾഡ് എക്സ്പ്രഷനായിട്ട് വേണം ഈ പെഷസ്കിയാനെ ബ്രിക്സിലേക്ക് വിളിച്ചുകൊണ്ടുള്ള മോദിയുടെ നിലപാടിനെ കാണാൻ. ഇത് ഇന്ത്യയുടെ ആഭ്യന്തരമായ താല്പര്യങ്ങളെയും വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ ഓരോരുത്തർക്കും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കൊമേഴ്സ്യൽ ഗ്യാസിന് ഇപ്പൊ വില കുറയ്ക്കുകയുണ്ടായി. നമുക്ക് ഗ്യാസും നാച്ചുറൽ ഗ്യാസും മറ്റൊക്കെ സുഖമായിട്ട് ലഭ്യമാകുവാണെങ്കിൽ മറ്റു പലതിന്റെയും, കാരണം ഇന്ധനത്തിന്റെയും പെട്രോളിന് വില ഇന്നിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്, ഒരു കമ്പനി വില കുറച്ചിട്ടുണ്ട്. അതെ അതെ, നയാര വില കുറച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് അത് മാറും. ഇതെല്ലാം സൂചിപ്പിക്കുന്ന നമ്മുടെ ആ ഒരു വിദേശ നയത്തിന്റെ ഒരു വിജയം തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.